ചൂരൽമലയിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം 300 രൂപ വീതമുള്ള സഹായം ഒരു കുടുംബത്തിലെ 2 പേർക്ക് വരെ വിതരണം ചെയ്യാവുന്ന ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യാവുന്ന സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചുവെന്നും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുമുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ചൂരൽമലയിൽ മാത്രമല്ല, ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ SDRFലെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായി 3 മാസം വരെ അവരുടെ ജീവനോപാധികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിലെ 2 മുതിർന്ന അംഗങ്ങൾക്ക് 300 രൂപ വീതം നൽകാവുന്ന വിധത്തിലുള്ള സഹായങ്ങളിലാണ് ജൂലൈ 30 ഈ ദുരന്തമുണ്ടായ ഉടനെ ആഗസ്റ്റ് മാസം മുതൽ നമ്മൾ ശ്രമം നടത്തിയത്. പിന്നീട് 3 മാസക്കാലത്തേക്ക് കൂടി അത് വർദ്ധിപ്പിച്ചു. വീണ്ടും ജീവനോപാധി ഒരു ജോലി ലഭ്യമാകും വരെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ആദ്യം ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തുവെങ്കിലും പിന്നീട് അർഹരായവരെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ 2025 വരെ കൃത്യമായി ജീവനോപാധി 9,000 രൂപ വെച്ച് കൊടുത്തതാണ്. 3 മാസക്കാലത്തെ ആദ്യം, പിന്നെ വീണ്ടും 3 മാസക്കാലം, പിന്നെ 9 മാസക്കാലം, അങ്ങനെ 12 മാസക്കാലം. ആദ്യം 3 മാസക്കാലം കൊടുത്തു തീർന്നിട്ടും ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിലെ ഇത്തരം വീടുകളിലുള്ള ദുരന്തബാധിതരായിട്ടുള്ള ആളുകളിലെ ഒരു കുടുംബത്തിലെ 2 പേർക്ക് വീതം 656 കുടുംബങ്ങളിലെ 1185 ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ മാസം വരെയും ആ പണം കൊടുത്തിരുന്നതാണ്. നമുക്ക് 4ാമത്തെ തവണ മുതൽ 3 മാസക്കാലം കഴിഞ്ഞ് 4ാമത്തെ തവണ മുതൽ 631 കുടുംബങ്ങളിൽ ആരംഭിച്ച് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് 656 കുടുംബങ്ങളിൽ 1185 കുടുംബങ്ങൾക്ക് ഡിസംബർ മാസം വരെ ഈ പണം കൊടുത്തതാണ്. സാധാരണ നിലയിൽ അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ ഉണ്ടാക്കുക. ഇപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി മാസത്തിലേക്ക് കടന്നു. ഡിസംബർ മാസം വരെയാണ് അവർക്ക് ലഭ്യമാകുന്ന പണത്തിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ജനുവരി മാസത്തെ തുക കൊടുക്കാനുള്ള ഓർഡർ ജനുവരി മാസം പുറത്തിറക്കും. അവിടെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന തീയതി വരെ ഇത്തരം ആളുകൾക്ക് 2 കുടുംബാംഗങ്ങൾക്ക് ഒരു മാസം 300 രൂപ കൊടുക്കാം എന്നുള്ള സഹായം ഒരു മടിയുമില്ലാതെ ഇനിയും 3 മാസക്കാലത്തേക്ക് കൂടി നീട്ടാൻ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി മാസം തന്നെ ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങും. ജനുവരി മാസത്തെ തന്നെ ആ പണം കൊടുക്കാനുള്ള നടപടിയെടുക്കും. ഈ കരുതൽ ചെറുതല്ല. ഈ ഇനത്തിൽ മാത്രം 15,64,10,000 രൂപ ദുരന്തബാധിതർക്കായി ഈ അക്കൗണ്ടിൽ മാത്രം നമ്മൾ വിതരണം ചെയ്തു. അതായത് പുതിയ വർഷത്തെ 2026 എന്ന പുതിയ വർഷത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് 2026 മാസത്തിൽ തന്നെ പുറത്തിറങ്ങും എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരാശങ്കയും ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായി പ്രചരിപ്പിച്ചല്ലോ. ഈ ദുരന്തബാധിതരെ 2024 ജൂലൈ 30 ദുരന്തത്തിൽ ഓഗസ്റ്റ് 24 പിന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചപ്പോൾ അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 6,000 രൂപയുടെ വാടക 3 മാസക്കാലം കൊണ്ട് തീരും എന്ന് പ്രഖ്യാപിച്ചല്ലേ. എന്നാൽ 2024 ആഗസ്റ്റ് മാസം 813 പേർക്ക് കൊടുത്തിട്ടുള്ള 6,000 രൂപയുടെ വാടക ഈ 2025 അവരവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചു പോയി കഴിഞ്ഞ് ബാക്കിയുള്ള 425 പേർക്കും ഡിസംബർ മാസവും ആ വാടക കൊടുത്തു. 1.5 വർഷക്കാലമായി ആ വാടക കൊടുക്കുന്നതിൽ ഒരു കുറവും കേരളത്തിലെ ഗവൺമെൻറ് ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല, ഇനി വരുത്താനും ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴാണോ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത് ആ കാലം വരെ ആ പണം കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. 9,000 രൂപയുടെ ജീവനോപാധി 2025 ഡിസംബർ മാസം വരെ ഒരു തെറ്റുമില്ലാതെ കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 646 കുടുംബങ്ങളിലായി 656 കുടുംബങ്ങളിലായി 1185 പേർക്ക് ആ പണം 9,000 രൂപ മാസം കൊടുത്തിട്ടുണ്ട്. ജനുവരി മാസം മുതലും ആ പണം ഇവരൊരു വീട്ടിൽ കയറി സേഫാവും വരെ കൊടുക്കും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കാണത് കൊടുക്കാനുള്ള നിയമമെങ്കിലും അവിടുത്തെ പാവപ്പെട്ടവരായ മനുഷ്യരെ കരുതിക്കൊണ്ട് ആ സഹായത്തിൽ ഒരു
കുറവും ഉണ്ടാകില്ല. വീട് സ്വന്തമാകും വരെ വീടിൻ്റെ വാടക കൊടുക്കാൻ സർക്കാർ നിർബന്ധിതമായ ഇടപെടൽ നടത്തും. കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരം 2026 ജനുവരി മാസം തന്നെ ആവശ്യമായ ഉത്തരവ് പുറത്തിറങ്ങും. ഒരു ഭീതിയും ഉണ്ടാകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഫെബ്രുവരി മാസത്തിൽ തന്നെ ആദ്യഘട്ട വീടുകൾ പൂർണ്ണമായും കൈമാറാൻ കഴിയും എന്ന പ്രതീക്ഷ ഗവൺമെന്റിനുണ്ട്. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.